ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക ആദ്യയുടെ വയറ്റിലെ സന്ദീപിന്റെ കുഞ്ഞാ പ്രശ്നമെങ്കിൽ ആ കുഞ്ഞിനെ അങ്ങ് അബോർഷൻ ചെയ്ത് കളയണം. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. അതിനിങ്ങനെ അന്തിച്ചു നിൽക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്തതിനു ശേഷം മറ്റൊരു നല്ലൊരു വിവാഹം കഴിപ്പിച്ചയക്കണം. അതാ ചെയ്യേണ്ടത് എന്ന് അവന്തിക പറഞ്ഞത് കേട്ട് ഉടനെ അനൂപ പറഞ്ഞു, ഇന്നത്തെ ദിവസം ആതിരയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അനഘയുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് അവന്തികയൊന്ന് ആലോചിച്ചു നോക്ക്. അപ്പോ ഇക്കാര്യത്തിൽ അനഘയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയെ ഓർത്ത് അപ്പോഴായിരിക്കും അവന്തിക എന്ന് പറയുന്ന ചേച്ചി വിലപിക്കാൻ പോകുന്നത്. എന്തായാലും ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നുവെന്ന് ആരും കരുതണ്ടായെന്ന് അനൂപ അവന്തികയോട് അറിയിച്ചു. അവന്തിക അത് കേട്ടതും ഉടനെ അവന്തികയുടെ ആ വാക്കുകൾ കേട്ട് അനൂപ തക്കതായ മറുപടി പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് സേതുമാധവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. സേതുമാധവൻ വരുന്നത് കണ്ട് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോ സേതുമാധവൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, നിർത്ത്, ഞാൻ സമാധാനത്തോടു കൂടി കഴിഞ്ഞിരുന്ന വീടാണ് ഇത്. ഈ വീട്ടിൽ ഇപ്പോ ഈ സമാധാനക്കേടുണ്ടാകാൻ കാരണം എന്റെ മക്കളും മരുമക്കളും ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഞാൻ ഇവിടെ ഈ കുടുംബത്തിലുള്ളവർ അല്ലാതെ ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചിട്ട് വന്ന എന്റെ അതിഥികളാണ് മറ്റുള്ളവരെല്ലാം. അതുകൊണ്ട് തന്നെ സർവ മര്യാദകളോടും ഞാൻ പറയുകയാണ്, ഈ കുടുംബത്തല്ലാത്ത മറ്റുള്ളവർ ഇവിടുന്ന് പരസ്പരം പോർവിളികൾ വിളിച്ച് ബഹളം വെക്കുന്നത് ഈ വീട്ടിൽ വെച്ച് ഇനി വേണ്ട. അങ്ങനെ എന്തെങ്കിലും പരസ്പരം വെല്ലുവിളികൾ ഉയർത്തണമെന്നുണ്ടെങ്കിൽ അത് ഈ വീടിന്റെ ഗേറ്റിന് പുറത്ത് വെച്ച് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദേവി, ഇത് ഈ വീട്ടിൽ വെച്ച് ഇനി ഒരു വാക്കുതർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകരുത്. ഇത് ഈ വീട്ടിലെ അച്ഛൻ എന്നുള്ള നിലയിലോ അച്ഛൻ എന്ന നിലയിലോ അല്ല ഞാൻ ഈ പറയുന്നത്. ഇത് സേതുമാധവൻ എന്ന ആളാണ് ഇത് പറയുന്നത് എന്ന് സേതുമാധവൻ എല്ലാവരോടുമായി അറിയിച്ചതിന് ശേഷം നേരെ വീണ്ടും തന്റെ റൂമിലേക്ക് കയറി വാതിലടച്ചു. അത് കേട്ടതും ഉടനെ തന്നെ അനൂപ ഒരു വാക്ക് പോലും മിണ്ടാതെ വേഗം ആതിരയുടെ കൈ പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ആതിരയെ അനൂപ് വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് വേദനയോടെ ആതിര സന്ദീപ് എന്തെങ്കിലും പറയുമെന്നുള്ള പ്രതീക്ഷയിൽ നോക്കുമ്പോ സന്ദീപ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് വിഷമത്തോടെ അനൂപിന്റെ പിന്നാലെ ആതിര ഇറങ്ങുന്നു. ആതിര പോയതിനു ശേഷം പിന്നാലെ കമലയിടത്തിയും ദയാനന്ദം മാഷും ഒപ്പം മീരയിടത്തിയും മകളും കൂടി ആ വീടിന്റെ പടിയിറങ്ങി. അതിനുശേഷം അനഘ റൂമിലിരിക്കുന്നത് കണ്ട് അരികിലേക്ക് അവന്തിക എത്തുന്നു. മോളെ, ചേച്ചി ചേച്ചി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് മോളെ എന്ന് വിളിച്ചുകൊണ്ട് അവന്തിക അനഘയെ സമാധാനിപ്പിക്കാൻ അരികിലേക്ക് ചെന്നത് അനഘ അവന്തികയോട് ദേഷ്യപ്പെട്ടു, തൊട്ടു പോകരുത്, എനിക്ക് ആരെയും കാണണ്ട, ഇവിടെ നിന്ന് ഇറങ്ങി പോകാവോ എന്ന് അനഘ അവന്തികയോട് ചോദിക്കുമ്പോ അവന്തിക പറഞ്ഞു, മോളെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല മോളെ, ഇതൊന്നും ഈ ചേച്ചി അറിഞ്ഞ കാര്യങ്ങളായിരുന്നില്ലല്ലോ, ഇത്രയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത്, എനിക്കിവിടെ തനിച്ചിരിക്കണം, ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് അവന്തികയ്ക്ക് നേരെ അനഘ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപേ ഒരു മുഴം മുമ്പേ ആ അർച്ചന എറിഞ്ഞു, അതാണ് സംഭവിച്ചത്. സന്ദീപുമായിട്ടുള്ള ആതിരയുടെ വിവാഹം നടത്തുകയും അവർക്ക് ജീവിക്കാനായി എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും അവസാനം ആതിര പ്രഗ്നന്റ് ആവുകയും വരെ ചെയ്ത സാഹചര്യങ്ങൾ അത്രത്തോളം എത്തിച്ചു. ഇവിടെ വിവാഹം മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഏത് വിധേനയും ഭയപ്പെടുത്തിയാണെങ്കിലും ഇത് ഡിവോഴ്സ് നടത്താമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ലല്ലോ എന്ന് അവന്തിക അനഘയോട് പറയുമ്പോൾ അനഘ പറഞ്ഞു, വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട, ഞാൻ ഇനിയൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ദേഷ്യത്തോടെ അനഘ ആ ബെഡിലേക്ക് ചെന്നിരുന്നു. അതിനുശേഷം അവന്തികയും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോ റൂമിലെത്തിയ സങ്കടപ്പെടുന്ന അർച്ചനക്കരികിലേക്ക് സച്ചി എത്തി. എടോ, ഇത്രയൊക്കെ സംഭവിച്ചത് താൻ എന്തിനാ എല്ലാ കുറ്റവും ഏറ്റെടുത്തത്? ഞാനും തന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അവർ വിവാഹം നടത്താനായിട്ട്, എന്നിട്ട് പിന്നെ താൻ എന്തിനാ ഇങ്ങനെയെല്ലാം സ്വയം കുറ്റങ്ങൾ ഏറ്റുവാങ്ങിയത് എന്ന് അർച്ചന ചോദിച്ചു. അർച്ചനയോട് സച്ചി അന്വേഷിച്ചു. അപ്പോഴേക്കും സങ്കടപ്പെട്ടിരുന്ന അർച്ചന പറഞ്ഞു, അതെ സച്ചിയേട്ടാ, ആതിര തല ചുറ്റി വീണപ്പോഴേ എന്റെ ബോധമാകെ പോയി. ആ വാർത്ത കേട്ടതോടെ സത്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. സന്ദീപ് കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് സന്ദീപ് എല്ലാം ഏറ്റെടുത്തെങ്കിലും അതൊന്നും ആ രീതിയിൽ മറ്റുള്ളവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. സന്ദീപ് എല്ലാ കുറ്റവും ഏറ്റുപറഞ്ഞ് അവൻ സ്വയം എല്ലാം പറഞ്ഞെങ്കിലും അവരെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരുന്നില്ല മറ്റുള്ളവർ നോക്കിക്കണ്ടത്. മറ്റുള്ളവരുടെ ഭാവമെല്ലാം അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ എനിക്ക് ഇതല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല സച്ചിയേട്ടാ.
സന്ദീപുമായിട്ടുള്ള ആതിരയുടെ വിവാഹം കഴിഞ്ഞു എന്ന് കൂടി പറഞ്ഞത് കേട്ട് അവന്തികേടത്തിയും അച്ഛനും ഒക്കെ അപ്പോൾ പ്രതികരിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. അവരുടെ ആ പ്രതികരണം കണ്ടപ്പോൾ സച്ചിയേട്ടനും കൂടി എനിക്കൊപ്പം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന എന്താണെന്ന് സച്ചിയേട്ടനൊന്ന് ഓർത്തു നോക്കുകയും, സത്യത്തിൽ ഇതിനെല്ലാത്തിനും കാരണക്കാരി ഞാൻ മാത്രമാണെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും വിരോധവും ദേഷ്യവും ഇപ്പം എന്നോട് മാത്രമായി മാറി. എല്ലാവർക്കും എന്നോടാണ് ഇപ്പോ ദേഷ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പകയും വെറുപ്പും ഒക്കെ അവർ എന്റെ നേരെയാണ് കാണിക്കുന്നത്. ആ പകയും വെറുപ്പും എനിക്ക് മാത്രം നേടി കിട്ടിയാൽ മതിയല്ലോ. സത്യത്തിൽ നമുക്ക് എന്തെങ്കിലും അച്ഛനോട് പറയണമെന്നുണ്ടെങ്കിൽ അത് സച്ചിയേട്ടനിലൂടെ എനിക്ക് പറയാൻ കഴിയുമല്ലോ. സച്ചിയേട്ടനും എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വെറുപ്പും പകയും സച്ചിയേട്ടന് കൂടി ഉണ്ടാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛനോട് നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് സച്ചിയേട്ട മുഖേന പറയാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുത്തത്. ഇപ്പോ എല്ലാവരുടെയും കണ്ണിൽ ഞാൻ മാത്രമായില്ലേ തെറ്റുകാരി. അതുകൊണ്ട് സച്ചിയേട്ടനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തി നിർത്താൻ കഴിഞ്ഞല്ലോ എന്ന് അർച്ചന പറയുമ്പോ സച്ചി പറഞ്ഞു, എങ്കിലും ആതിരയും സന്ദീപും ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് നമ്മൾ ആരും കരുതിയില്ലല്ലോ. അത് മാത്രമല്ല, ഈ ഒരു അവസ്ഥയിൽ എല്ലാ സത്യങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞാൽ അച്ഛനും ഇതൊന്നും ഉൾക്കൊള്ളാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉടനെയൊന്നും അച്ഛനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞത്. അർച്ചന പറഞ്ഞു, എന്തായാലും സാരമില്ല. അവസാനം ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് കുട്ടികളുടെ കാര്യമാണ്. എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും ഏത് രീതിയിൽ അവർ എന്നെ കണ്ടാലും എനിക്കിപ്പോൾ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് തെറ്റുപറ്റിപ്പോയി. അവരുടെ ജീവിതം അതിനി ഏത് വിധേനയും ഒന്ന് നേരെയാക്കി എടുക്കണം. അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എന്റെ പ്രാർത്ഥനയും എന്റെ അഭിപ്രായവും എത്രയും പെട്ടെന്ന് അവരെ ഒന്നിപ്പിക്കണമെന്ന് മാത്രമാണ് സച്ചേട്ട എന്ന് അർച്ചന അറിയിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എടോ, ഇത് താൻ കരുതുന്ന പോലെ അത്ര പെട്ടെന്ന് തീരുന്ന ഒരു പ്രശ്നമല്ല ഇത്. ഇവിടെ ഇപ്പം അനഘയുടെ അവസ്ഥ കൂടി താൻ ചിന്തിക്കണം. ഒരു വട്ടമല്ല, രണ്ടാം വട്ടമാണ് സന്ദീപുമായിട്ടുള്ള വിവാഹത്തിനായി ഒരുങ്ങിയിട്ട് ആ കുട്ടിയുടെ ജീവിതം ഈ അവസ്ഥയിലായത്. ഈ സങ്കടത്തിനൊക്കെ അവന്തികേടത്തി തൽക്കാലം ക്ഷമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിനെല്ലാത്തിനും കൂടി പരിഹാരം ഇനി എങ്ങനെ കാണാൻ കഴിയുമെന്ന് വേണം നമ്മൾ ആലോചിക്കാനെന്ന് അർച്ചനയോട് സച്ചി അറിയിക്കുമ്പോ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, എന്തായാലും ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉടനെ കണ്ടെത്തിയേ തീരൂ. അല്ലാതെ ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവുകയില്ല. സന്ദീപുമായിട്ടുള്ള പ്രശ്നം ആ നിമിഷം നമ്മൾ പലതവണ അവനോട് ചോദിച്ചിട്ടും അവൻ സത്യം വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. സത്യത്തിൽ ഈ പ്രശ്നം ഇത്രത്തോളം വഷളാകുമായിരുന്നില്ല. അത് അവന്തികേടത്തിയല്ലേ ഇത്രയും കൊണ്ട് എത്തിച്ചത് എന്ന് അർച്ചന പറഞ്ഞതും സച്ചി പറഞ്ഞു, ഏടത്തിയെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഏടത്തിയുടെ അനുജത്തിയെ വിവാഹം കഴിക്കാമെന്ന് സന്ദീപല്ലേ വാക്കു കൊടുത്തത്. അത് മാത്രമല്ല, അവൻ അതിന് സമ്മതിച്ചതിന്റെ കാരണം കൂടി അവൻ നമ്മൾ എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ലല്ലോ. അവനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളത്തിൽ എത്തുമായിരുന്നില്ലല്ലോ എന്ന് സച്ചി അർച്ചനയോട് അറിയിച്ചു. ഉടനെ തന്നെ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, എന്തായാലും അവരുടെ വിവാഹം ഉടനെ നടത്തിയേ തീരൂ. അവരുടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഉടനെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. പിന്നെ സച്ചിയേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിച്ച് ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ആദ്യയെ ഇനിയും ആകെ ആശങ്കപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് അർച്ചന പറയുമ്പോ സച്ചി പറഞ്ഞു, അതെ, താൻ ഇനി ഉടനെ ഒന്നും വീട്ടിലേക്ക് വിളിക്കാൻ പോകണ്ട. ഇനി അഥവാ ആതിര തന്നെ വിളിച്ചാൽ അവളോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത് എന്ന് സച്ചി അർച്ചനെ ഓർമ്മിപ്പിച്ചു. എന്തായാലും ഞാനൊന്ന് പുറത്തേക്ക് പോവാ. വിവാഹം വിളിച്ചിട്ട് ക്ഷണിച്ചു വന്ന അതിഥികളൊക്കെ മണ്ഡപത്തിൽ കാത്തിരിക്കുകയാണ്. ഇനി അവരോട് ചെന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയട്ടെ. ഇനി അവരെന്തൊക്കെയാ പറയുന്നതെന്ന് ദൈവത്തിനറിയാം എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അർച്ചനയോട് കാര്യം പറഞ്ഞ് ഇറങ്ങുന്നു. എന്തായാലും ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കിയേ തീരൂ എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിച്ചേർന്നു. ഈ സമയത്ത് റൂമിലിരുന്ന അനഘ ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അവന്തിക പറഞ്ഞു, ആ അർച്ചന, അവളാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അവൾ ആതിരയുമായിട്ട് സന്ദീപിന്റെ വിവാഹം നടത്തുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയില്ലല്ലോ മോളെ. ഇനി എന്തായാലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് അർച്ചനയുടെയും ആതിരയുടെയും സന്ദീപിന്റെയും വിവാഹം നടത്തിയത് അർച്ചനയാണെന്നും അതുകൊണ്ട് തന്നെ അവളാണ് ഇതിനെല്ലാം കാരണക്കാരി എന്ന് ഉടനെ അനഘ ചാടി എഴുന്നേറ്റ് പറഞ്ഞു. എന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് അവൾ ഒറ്റയൊരുത്തിയാണ്, ആ അർച്ചന. അവളാണ് എന്റെ കുടുംബം അല്ലെങ്കിൽ എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയത്. ഇന്ന് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ സന്ദീപിനെ എനിക്ക് കിട്ടുമായിരുന്നു. ആതിരയുമായിട്ടുള്ള വിവാഹം അവൾ ഇങ്ങനെ ഒളിച്ചു നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ സന്ദീപ് സ്വന്തമാകുമായിരുന്നു. ഞാനന്ന് ചേച്ചിയോട് പറഞ്ഞില്ലേ, ഈ വിവാഹം നടന്നില്ല എങ്കിൽ ആതിരയെ ഞാൻ കൊല്ലുമെന്ന്. എന്നാൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി, കൊല്ലേണ്ടത് ആതിരയല്ല, അവളെയാണ്, ആ അർച്ചനയെ. അവളാണ് എന്റെ ജീവിതം തകർത്തത്. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞത്. ഉടനെ അവന്തിക പറഞ്ഞു, മോളെ, ഇനി എന്ത് ചെയ്യാനാടി? ചേച്ചിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലതായല്ലോ എന്ന് പറഞ്ഞപ്പോ
അവന്തികയോട് അനഘ പറഞ്ഞു, ചേച്ചി ഒന്നും ചെയ്യണ്ട, ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അനഘ സച്ചിയുടെയും മറ്റുള്ളവരുടെയും ആരുടെയും മുഖങ്ങൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ, അവരെ കുറിച്ചൊന്ന് ഓർക്കുക പോലും ചെയ്യാതെ, ഞാൻ അർച്ചനയെ കൊല്ലും, അവളെ ഞാനിന്ന് കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ റൂമിലിരുന്ന ആ തന്റെ റൂമിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായി വെച്ചിരുന്ന ആ കത്തി കയ്യിലെടുത്തുകൊണ്ട് അനഘ വേഗം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് അവന്തിക അനഘയെ പിടിച്ചു നിർത്താൻ ഒരുങ്ങി. മോളെ അനഘെ, നീ എങ്ങോട്ടേ പോകുന്നത്, നിക്കടി എവിടെ എന്ന് പറഞ്ഞിട്ടും അനഘ അത് കേൾക്കാതെ കത്തിയുമായി വേഗം മുകളിലേക്ക് സ്റ്റെയർ കയറി പോകുന്നു. അനഘ മുകളിലേക്ക് ഓടിക്കയറുമ്പോ അനഘയെ പിടിച്ചു നിർത്താനായി അവന്തികയും പിന്നാലെ ഓടുന്നു. ഈ സമയത്ത് അനഘ വേഗം തന്നെ അർച്ചനയുടെ റൂമിലേക്ക് എത്തി. അർച്ചന അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അനഘ പതുക്കെ അർച്ചനയുടെ അരികിലേക്ക് പതുങ്ങി ചെന്ന് അർച്ചനയെ കുത്താനായിട്ട് തയ്യാറായി. അങ്ങനെ അർച്ചനയ്ക്ക് നേരെ കത്തിയെടുത്തുയർത്തി അർച്ചനയെ കൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും ആ സമയത്ത് അനഘയുടെ കൈ കടന്നു പിടിച്ചുകൊണ്ട് അവിടേക്ക് സ്നേഹ എത്തുന്നു. അനഘയുടെ കയ്യിൽ കടന്നു പിടിച്ച് അനഘ വേണ്ട എന്ന് പറഞ്ഞ് അനഘയെ ആ ബെഡിലേക്ക് തള്ളിയിട്ടു. ഈ സമയത്ത് അവന്തിക്ക് വേഗം അർച്ചനയുടെ റൂമിലേക്ക് ഓടിയെത്തി. മോളെ അനഘെ എന്ന് വിളിച്ച് അർച്ചനയെ പിടിച്ചു നിർത്താനായി ശ്രമിച്ചു. അർച്ചനയെ പിടിച്ചു നിർത്തുമ്പോഴേക്കും അർച്ചനയുടെ അരികിലേക്ക് പോകാതെ അനഘയെ പിടിച്ചു നിർത്തുമ്പോ അനഘ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ഇല്ല, ഞാൻ പോകില്ല, എനിക്ക് അവളെ കൊല്ലണം, എന്റെ ജീവിതം തകർത്തിയോളെ എനിക്ക് കൊല്ലണം, എനിക്ക് ഇവളെ കൊല്ലണം ചേച്ചി, എന്റെ കൈ വിട് എന്ന് പറഞ്ഞ് വീണ്ടും അനഘ അവിടെ കിടന്ന് ബഹളം വെച്ചു. അപ്പോഴേക്കും അവന്തിക, നീ ഇങ്ങ് വന്നേ, ഞാൻ പറയുന്നത് കേൾക്കുമോളെ എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ അവന്തിയെ പിടിച്ചു വലിച്ചുകൊണ്ട് താഴെ റൂമിലേക്ക് കൊണ്ടുവരുന്നു. റൂമിൽ വന്നതിന് ശേഷം ആ അനഘയെ റൂമിലാക്കി പുറത്തു വന്ന് അവന്തിക ഡോർ അടച്ചു. അനഘ ആകെ വിഷമത്തോടെ ആ ബെഡിലേക്ക് ചെന്നിരിക്കുമ്പോ അവന്തിക അനഘയെ റൂമിൽ പൂട്ടിയിട്ടിട്ട് സമാധാനം കിട്ടാതെ നേരെ ആ ഹാളിലേക്ക് വന്നിരുന്നു. ഈ സമയത്ത് അർച്ചനയുടെ മുന്നിൽ നിന്ന് സ്നേഹ ചോദിച്ചു, ഏട്ടത്തി, ഞാൻ ഈ സമയത്ത് ഇവിടേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ അനഘ എന്ത് ചെയ്യുമെന്ന് ഏട്ടത്തിക്ക് അറിയാമായിരുന്നോ? എന്താ ഇവിടെ സംഭവിക്കുന്നെന്ന് ഏട്ടത്തിക്ക് അറിയാമോ എന്ന് അനഘയുടെ ആ പ്രവൃത്തിയെ കുറിച്ച് സ്നേഹ അർച്ചനയോട് ചോദിച്ചു. അത് കേട്ടതും അർച്ചന മോളെ ഞാൻ എന്ന് പറയുമ്പോ ഉടനെ അർച്ചനയോട് സ്നേഹ പറഞ്ഞു, ഏട്ടത്തി, ഞാൻ ഏട്ടത്തിയെ കരുതിയിരുന്നത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന നല്ലൊരു കൂട്ടുകാരി എന്ന രീതിയിലായിരുന്നു ഏട്ടത്തിയെ ഞാൻ കണ്ടിരുന്നത്. എന്നോട് പോലും ആദ്രയുടെയും സന്ദീപേട്ടന്റെയും വിവാഹകാര്യം പറഞ്ഞില്ലല്ലോ. അന്ന് സന്ദീപേട്ടന് അനഘയുമായിട്ടുള്ള വിവാഹം ആദ്യം നിശ്ചയിച്ചപ്പോൾ ആ വിവാഹം മുടക്കാനായിട്ട് ഞാനും ഏട്ടത്തിയോടൊപ്പം നിന്നതായിരുന്നില്ലേ? അത് മാത്രമല്ലല്ലോ, അന്ന് ആ വിവാഹം മുടക്കുന്നതോടൊപ്പം ആതിരയും സന്ദീപേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോ അവരൊന്നിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നില്ലേ ഏട്ടത്തി? എന്നിട്ട് അവരുടെ വിവാഹം നടത്തിയപ്പോൾ ഏട്ടത്തി എന്നോടൊരു വാക്ക് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അന്ന് ആ വിവാഹക്കാരി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ വിവാഹത്തിന് മുൻപന്തിയിൽ ഞാൻ ഉണ്ടാകുമായിരുന്നല്ലോ. സത്യത്തിൽ അവരുടെ വിവാഹം നടക്കുമെന്നുള്ള പ്രതീക്ഷ ഇനി എനിക്കില്ല. അവരുടെ വിവാഹത്തിന് അവർക്കൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നിരുന്ന എനിക്ക് ഇനി അങ്ങനെ ഒരു അവസരം കിട്ടില്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തായാലും ഏട്ടത്തി, ഒരു കാര്യം ഞാൻ ഏട്ടത്തിയോട് പറയാം. ഇപ്പൊ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും ഇനി ആരോടും ഏട്ടത്തി പറയണ്ട. ഇവിടെയുള്ള മറ്റുള്ളവരോട് ഇക്കാര്യം പറഞ്ഞ് ഇനി മറ്റൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് പിന്നീടുണ്ടാകുന്ന സമാധാന അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ വീട്ടിലെല്ലാവരും. അതുകൊണ്ട് ഇനി അനഘയുടെ ഈ പ്രവൃത്തി കൊണ്ട് ഇനിയും മറ്റൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകരുത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇനിയും ഇതിനെ ചൊല്ലി ഒരു പ്രശ്നമുണ്ടായാൽ അത് അതിനേക്കാളേറെ വഷളാകും. അത് മാത്രമല്ല, അനഘയെ ഇക്കാര്യത്തിൽ കുറ്റം പറയാനും കഴിയില്ലല്ലോ. രണ്ടാമത്തെ വട്ടമല്ലേ അവൾ വിവാഹ പന്തലിലേക്ക് അണിഞ്ഞിറങ്ങി വന്നിട്ട് അവസാനം അവളുടെ വിവാഹം മുടങ്ങുന്നത്. ആർക്കായാലും അത് സഹിക്കാൻ കഴിയുന്ന കാര്യമാണ് ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ അവിടെ നിന്ന് പോകുമ്പോ സന്ദീപ് അർച്ചനയുടെ റൂമിലേക്ക് എത്തി. സന്ദീപിനെ ഒന്ന് നോക്കിയതിനു ശേഷം സ്നേഹ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പിന്നീട് സന്ദീപ് അർച്ചനയുടെ അരികിലേക്ക് എത്തി ഏട്ടത്തി എന്ന് വിളിച്ചതും അർച്ചന സന്ദീപിനെ നോക്കാൻ നിൽക്കാതെ എഴുന്നേറ്റ് മാറുന്നു. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, എനിക്കറിയാം എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്, എന്നാൽ എല്ലാവരോടും മാപ്പ് പറയാനാ, ഏട്ടനോടും ഏട്ടത്തിയോടും മാപ്പ് പറയാനാ ഞാൻ വന്നത്. ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം ഏട്ടത്തി. അന്ന് നിങ്ങൾ രണ്ടുപേരും മാറി മാറി എന്നോട് ചോദിച്ചിരുന്നു എന്ത് കാരണത്താലാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്ന്. അന്ന് ഞാനൊന്ന് ഒരു വാക്ക് പറയേണ്ടതായിരുന്നു. പക്ഷെ എന്തോ എന്റെ പേടി കൊണ്ട് അയാൾ ഭീഷണിപ്പെടുത്തിയിട്ട് ആ ഒരു ഭീഷണിയിൽ ഞാൻ ഭയന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതും ഈ കാര്യങ്ങൾ എത്രത്തോളം എത്തിയതും എന്ന് സന്ദീപ് അറിയിച്ചു. അപ്പോഴേക്കും അവന്തിക്ക് സന്ദീപിന്റെ വാക്കുകൾ കേട്ട് അർച്ചന ചോദിച്ചു, അന്ന് നീ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇത്രത്തോളമൊക്കെ സംഭവിക്കുമായിരുന്നോ? അത് മാത്രമല്ല, ഇപ്പോ ഈ വിവാഹം നടന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ?
അങ്ങനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ അത് കേട്ട് ഭയപ്പെടേണ്ടവനാണോ നീ എന്ന് ചോദിച്ചതും ഉടനെ സന്ദീപ് പറഞ്ഞു, എനിക്ക് എന്റെ കുടുംബമാണ് ഏട്ടത്തി മറ്റെന്തിനേക്കാളും വലുത്. ഏട്ടനെയും ഏട്ടത്തിയെയും അച്ഛനെയൊക്കെ ഇല്ലാതാക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു. അത് മാത്രമല്ല, അന്ന് അയാൾ എന്നോട് പറഞ്ഞത് അനഘയെ അയാൾ പിടിച്ചു വെച്ചിട്ടായിരുന്നു എന്നോട് വിവാഹത്തിന് സമ്മതം അറിയിക്കാൻ പറഞ്ഞത്. അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. സ്നേഹയെ രക്ഷിക്കാൻ ആ ഒരു വഴിയല്ലാതെ വേറൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് അച്ഛന്റെ അരികിലെത്തി ഞാൻ വിവാഹത്തിന് സമ്മതം അറിയിച്ചത് എന്ന് സന്ദീപ് പറഞ്ഞു. അങ്ങനെ അർച്ചനയോട് കാര്യങ്ങൾ സന്ദീപ് പറഞ്ഞു നിൽക്കുമ്പോ അവിടേക്ക് സച്ചി എത്തി. നിനക്കിപ്പോ സമാധാനമായി കാണും അല്ലേടാ? നീ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് വീണ്ടും നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നീ ചെയ്തതിനൊക്കെ ഇപ്പോ പഴി കേട്ടതും എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരിയായതും നാണം കെട്ട് നിൽക്കുന്നതും ആരെക്കാളും ഏറെ വേദനിക്കുന്നതും ദാ ഈ നിൽക്കുന്ന ഇയാൾ തന്നെയാണ്. എങ്കിലും നിന്റെ കൂടെ എല്ലാത്തിനും നിന്നിട്ട് നീ അന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഭയപ്പെട്ട് അയാളുടെ ഭീഷണിക്ക് വഴങ്ങി നിൽക്കാതെ ആൺകുട്ടികളെ പോലെ സത്യം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം ഇത്രത്തോളത്തില് എത്തുമായിരുന്നില്ലല്ലോ സന്ദീപേ എന്ന് സന്ദീപിനോട് സച്ചി ചോദിച്ചു. ഇതെല്ലാം കേട്ടതും ഉടനെ അർച്ചന പറഞ്ഞു, വേണ്ട സച്ചിയേട്ടാ, ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവനെ കുറ്റപ്പെടുത്തേണ്ട സച്ചിയേട്ടാ എന്ന് അർച്ചന സച്ചിയോട് പറയുമ്പോ ഉടനെ സന്ദീപിന്റെ ആ മൗനവും എല്ലാം കണ്ടതോടെ അർച്ചനയോട് സന്ദീപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സച്ചി പറഞ്ഞു, അല്ല അർച്ചന, ഇന്ന് ഈ വിവാഹം നടന്നിരുന്നെങ്കിൽ അനഘയുടെ കാര്യം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ കുട്ടി എന്ത് പിഴച്ചു? 2 തവണയല്ലേ ഇവന്റെ ഒപ്പമുള്ള വിവാഹ ജീവിതം കുറിച്ച് ആ പെൺകുട്ടി വിവാഹത്തിനായി അണിഞ്ഞൊരുങ്ങി വന്നത്. അവള് ഇതൊക്കെ എങ്ങനെ സഹിക്കും എന്ന് സന്ദീപിനോട് സച്ചി ചോദിച്ചു. ഇന്ന് ഈ വിവാഹം നടന്നിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? അതിനുശേഷമാണ് ആദ്യയുടെ ഈ അവസ്ഥ അറിഞ്ഞിരുന്നെങ്കിലോ എന്ത് ചെയ്തേനെ എന്ന് സച്ചി സന്ദീപിനോട് അന്വേഷിച്ചു. അപ്പോഴേക്കും സന്ദീപ് ആകെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ സച്ചി ചോദിച്ചു, ഈ ഒറ്റ കാരണത്താൽ ആതിരയെ മറന്ന് നീ അനഘ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഈ ഒറ്റ കാരണത്താൽ ഇപ്പോ നിനക്ക് ഈ വീട്ടിലുള്ളവരുടെ ഈ 2 കുടുംബത്തുള്ളവരുടെയും മനസ്സിൽ നിനക്കുള്ള സ്ഥാനം അല്ലെങ്കിൽ നിന്നെ കുറിച്ച് അവരിപ്പോ എന്താ ചിന്തിക്കുന്നതെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സച്ചി സന്ദീപിനോട് ചോദിക്കുന്നു. അത് കേട്ടതും സന്ദീപ് പറഞ്ഞു, ഏട്ടാ, ഞാൻ എന്ന് പറഞ്ഞതും സന്ദീപിനോട് സച്ചി പറഞ്ഞു, നിന്നെ ഇപ്പോ അവരെല്ലാരും കരുതുന്നത് ഒരു പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ഒരു പെണ്ണിപ്പിടിയനായിട്ടും അതല്ലെങ്കിൽ ഒരു ശ്രീലമ്പടൻ എന്ന പേരാണ് നിനക്കിപ്പോൾ അവർ അണിയിച്ചു തന്നിരിക്കുന്നത്. അതുമല്ലെങ്കിൽ ഒരു കല്യാണ വീരൻ, അതാണ് നിന്നെ ഇപ്പോ മറ്റുള്ളവർ നോക്കിക്കാണുന്നത്. അങ്ങനെ ഒരു കല്യാണ വീരനായിട്ട് എന്റെ അനുജനെ മുദ്ര കുത്തുന്നത് കേൾക്കാനും കാണാനും എനിക്ക് വയ്യ എന്ന് സച്ചി അറിയിച്ചതും സന്ദീപ് പറഞ്ഞു, ഇല്ലേട്ടാ, ഇന്ന് ഈ വിവാഹം നടക്കുമായിരുന്നില്ല എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ സന്ദീപിന്റെ ആ മറുപടി കേട്ട് സച്ചി ചോദിച്ചു, പിന്നെ നീ എന്ത് ചെയ്യാനായിരുന്നു നിന്റെ പ്ലാൻ എന്ന് ചോദിച്ചതും സന്ദീപ് പറഞ്ഞു, ഏട്ടാ, ഇന്ന് ഈ വിവാഹം നടക്കുകയായിരുന്നെങ്കിൽ അടുത്ത നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അതിന് ഉള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് ഞാൻ വന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ആത്മഹത്യാക്കുറിപ്പും മാപ്പും എല്ലാം ഞാൻ നിങ്ങളോടൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള വലിയൊരു കത്ത് എന്റെ റൂമിലെ കബോർഡിനുള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് അതൊന്നും സംഭവിക്കാത്തത് കൊണ്ടാണ് ആ മാപ്പ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വന്ന് പറയുന്നത്. ഞാൻ എഴുതി വെച്ച കത്തിലുള്ള മാപ്പ് നിങ്ങളോട് നേരിട്ട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഇനിയും ഇപ്പോ ഇത്രയൊക്കെ സംഭവിച്ചത് എന്റെ ഈ ഭയവും എല്ലാവരെയും കുറിച്ചുള്ള എന്റെ ആധിയും ഒക്കെ കൊണ്ടാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു സച്ചിയേട്ടാ, എന്ത് കാരണത്താലും ഇത്രയും ദിവസം ഞാൻ ഇതിൽ നിന്നൊക്കെ പിന്മാറി നിന്നെങ്കിൽ ഇനി അങ്ങനെ ഒരു പിന്മാറ്റം ഈ സന്ദീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇനി ഈ സന്ദീപ് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇത്രയും നാൾ ഞാൻ പെരുമാറിയത് പോലെയല്ല ഇനി പെരുമാറാൻ പോകുന്നത്. ഉടനെ തന്നെ ഞാൻ ആതിരയെ ഇവിടേക്ക് കൊണ്ടുവരും. ഇപ്പോഴും ഞാൻ മൗനം പാലിച്ചു നിൽക്കുന്നതും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ്. അച്ഛന് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തട്ടെ എന്ന് കരുതി അച്ഛന്റെ തീരുമാനം അറിയാനാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. ഇനി അച്ഛൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ആതിരയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. ഞാൻ ആതിരയോടൊപ്പം തന്നെ ജീവിക്കും. ആതിരയുടെ കൂടെ ഞാൻ ജീവിക്കൂ. അത് ഈ സന്ദീപ് ഉറച്ചെടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്ന് സന്ദീപ് സച്ചിയോടും അർച്ചനയോടും പറയുമ്പോ ആ വാക്കുകൾ കേട്ട് സന്ദീപിന് എന്തിനുള്ള ഭാവമാണ് എന്ന ആശങ്കയിൽ അർച്ചനയും സച്ചിയും പരസ്പരം നോക്കുന്നു.